ടി കെ എം അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിൻ്റെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ്. അതായത് മൈൽ സ്റ്റോൺസ് ഇൻ ICA's ജേർണി. ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിൻ്റെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The ICA was founded in London on 19th August 1895 during the First International Cooperative Congress. 1895 ഓഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് രൂപീകൃതമായത്. ഏതിൽ വെച്ചാണ്? ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് കോൺഗ്രസ്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചാണ് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് രൂപീകൃതമായത്. ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നടക്കുന്ന ഒരു സമ്മേളനമാണ്. 33ാമത്തെ സമ്മേളനമാണ് 2021 നടക്കാൻ പോകുന്നത്. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ, പ്രത്യേക വിഷയത്തിന് വേണ്ടി, പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഒരു കോൺഗ്രസ് അസംബിൾ ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഫസ്റ്റ് ICA കോഓപ്പറേറ്റീവ് കോൺഗ്രസ് ഓഗസ്റ്റ് 1923 വാസ് ചെയർഡ് ബൈ ആൽബർട്ട് ഹെൻറി ജോർജ്. ഈ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് അത് ചെയർമാൻ ആരായിരുന്നു? ആൽബർട്ട് ഹെൻറി ജോർജ് ആയിരുന്നു. 19 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിലാണ് അത് നടന്നത്. അപ്പോൾ ആ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് അഥവാ ICA രൂപീകൃതമായത്. രൂപീകൃതമായി പിറ്റേ വർഷം തന്നെ അത് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി പ്രഖ്യാപിച്ചു. ICA കൺഫേംസ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഇൻ 1896. രൂപീകൃതമായി പിറ്റേ വർഷം തന്നെ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ഇതിനൊന്നും പ്രാധാന്യമില്ല, അങ്ങനെയുള്ള ഒരു പരിഗണന ഇതിലില്ല. റിലീജിയസ് ആയിട്ടോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു യാതൊരു പരിഗണനയും ഇതിലില്ല. അതിനെ ന്യൂട്രലായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു ICA എന്തിനൊക്കെ അതിജീവിച്ചു? വേൾഡ് വാർ ഫസ്റ്റ്, വേൾഡ് വാർ സെക്കൻഡ്, 2 ലോകമഹായുദ്ധങ്ങളെയും അതിജീവിച്ച അപൂർവം ചില സംഘടനകളിൽ ഒന്നാണ് ICA. കാരണം പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ആയിരുന്നു. 1923 ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ഡേ. ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഡേ ഈസ് ആൻ ആനുവൽ സെലിബ്രേഷൻ ഓഫ് ദി കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ആനുവൽ സെലിബ്രേഷൻ 1923 ആദ്യമായിട്ട് ആരംഭിച്ചത്. ആദ്യമായിട്ട് നടന്നതെന്നാണ് 1923 ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ഡേ ഇനാഗുറേഷൻ അല്ലെങ്കിൽ സെലിബ്രേഷൻ. ഫസ്റ്റ് സാറ്റർഡേ ഇൻ ജൂലൈ. എല്ലാ വർഷവും ആദ്യത്തെ സാറ്റർഡേ ആയിരിക്കും കോഓപ്പറേറ്റീവ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. കോഓപ്പറേറ്റീവ് ഡേ ആയി ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യത്തെ സാറ്റർഡേ ആയിരിക്കും. 1937 കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അമെൻഡഡ്. 1937 വരെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1937 ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയത്. പ്രിൻസിപ്പിൾസ് റിവ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് 15th വേൾഡ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് ഇൻ പാരീസ്. പാരീസിൽ നടന്ന 15ാമത്തെ വേൾഡ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ച് പ്രിൻസിപ്പിൾ റിവ്യൂ ചെയ്തു. 8 പ്രിൻസിപ്പിളുകളാണ് ഉണ്ടായിരുന്നത്. അതിനെ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും 2ആയി തരംതിരിച്ചു. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എന്ന് 2 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചു. 1946 UN റെക്കഗ്നിഷൻ. UN granted consultative status with the United Nations. 1946 UN കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ICAക്ക് നൽകിയത്. 1966 പ്രിൻസിപ്പിൾസ് അമെൻഡഡ്. പ്രിൻസിപ്പിൾസ് മോഡിഫൈഡ് ഫോർ എ സെക്കൻഡ് ടൈം. ഫസ്റ്റ് മോഡിഫൈ ചെയ്ത് നമ്മൾ പറഞ്ഞു. ഇനി 1966 രണ്ടാമതായിട്ട് മോഡിഫൈ ചെയ്തു. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത്? 8 പ്രിൻസിപ്പിളാണ് ഉണ്ടായിരുന്നത് പറഞ്ഞു, അത് 6ആയിട്ട് ചുരുങ്ങി. 6ാമതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്.
ഇങ്ങനൊരു പ്രിൻസിപ്പിൾ ആഡ് ചെയ്തു, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ 6 പ്രിൻസിപ്പിളുകളായിട്ട് ചുരുങ്ങി. 6ാമത്തെ പ്രിൻസിപ്പിളായിട്ട് വന്നത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം. അപ്പോൾ ഒരു കമ്മീഷൻ, ICA ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഒരു കമ്മീഷനെ നിയമിച്ചു. ഇന്ത്യക്കാരനായിട്ടുള്ള DG കാർവേ ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. അതുകൊണ്ട് ഈ പ്രിൻസിപ്പിളിനെ കാർവേ പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നു. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ള ഈ ഒരു പ്രിൻസിപ്പിളിനെ കാർവേ പ്രിൻസിപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. 1982 ഹെഡ്ക്വാർട്ടേഴ്സ് മൂവ്സ് ടു ജനീവ, സ്വിറ്റ്സർലാൻഡ്. രൂപീകൃതമായ വർഷം 1895 പറഞ്ഞു. 1895 മുതൽ 1982 വരെ നീണ്ട വർഷക്കാലം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു. 1982 ജനീവയിലേക്ക് മാറ്റി. മൂവ്സ് ടു ജനീവ, സ്വിറ്റ്സർലാൻഡ്. ജനീവ എന്ന് പറയുന്നത് സിറ്റി ടു എ നമ്പർ ഓഫ് കീ ഇൻ്റർനാഷണൽ ബോഡീസ്, ഒരുപാട് സംഘടനകളുടെ ഓർഗനൈസേഷൻ്റെ തലസ്ഥാന നഗരിയാണ് ജനീവ എന്ന് പറയുന്നത്. അപ്പോൾ 1982 എന്ത് ചെയ്തു? ജനീവയിലേക്ക് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മാറ്റി. 1992 4 റീജിയണൽ ഓഫീസസ് എസ്റ്റാബ്ലിഷ്ഡ്. ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ പസഫിക്, യൂറോപ്പ്. ഈ 4 റീജിയണൽ ഓഫീസുകൾ സ്ഥാപിച്ചത് 1992 ഏഷ്യ പസഫിക്കിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്, ഇന്ത്യയിലാണ്. ബോണോ ഹൗസ് എന്ന് അറിയപ്പെടുന്നു. 1995 ICA സ്റ്റേറ്റ്മെൻറ്റ് ഓൺ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി. 1995 ICA കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി അഡോപ്റ്റ് ചെയ്തത്. അഡോപ്റ്റഡ് അറ്റ് ദ 31st വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ്. 31ാമത്തെ വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത് 1995 ആ ഒരു സെഷനിലാണ് കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി അഡോപ്റ്റ് ചെയ്തത്. കൂടാതെ 7th പ്രിൻസിപ്പിൾസ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആൾസോ ആഡഡ്. 7ാമതൊരു പ്രിൻസിപ്പിൾ, ഇതുവരെ 6 ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ഇനി 7ാമതൊരു പ്രിൻസിപ്പിൾ ആഡ് ചെയ്തു, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആൾസോ ആഡഡ്. 2021 UN സപ്പോർട്ട്, 2001 UN സപ്പോർട്ട് ലഭിച്ചു. The United Nations adopts a set of guidelines aimed at creating a supportive environment for development of cooperative around the world. അപ്പോൾ UN സപ്പോർട്ട് ലഭിച്ചത് 2001 അതുപോലെ ILO സപ്പോർട്ട് 2002. 2002 ILO സപ്പോർട്ട്. The ICA cooperative identity in ILO's recommendation. നെക്സ്റ്റ് 2009 ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റ്. ICAയുടെ പ്രസിഡൻ്റായ ഒരു വുമൺ ആ സ്ഥാനത്തേക്ക് വന്നത് ഡെയിം പോളിൻ ഗ്രീൻ. അവരുടെ പേരെന്തായിരുന്നു? ഡെയിം പോളിൻ ഗ്രീൻ. അതായത് ഫസ്റ്റ് വുമൺ പ്രസിഡൻ്റായി വന്നത് 2009 എന്നർത്ഥം. 2012 ഗ്ലോബൽ ഇയർ ഓർ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്. UN ഡിക്ലെയർഡ് IYC ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് ആയിട്ട് 2012 യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപിച്ചു. UN പ്രഖ്യാപിച്ചതെന്നാണ് 2012 എന്തായിട്ട് ആചരിക്കാൻ? ഗ്ലോബൽ ഇയർ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് ആചരിക്കാൻ UN നിർദ്ദേശം നൽകി. സെലിബ്രേറ്റഡ് വിത്ത് വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇൻ മാഞ്ചസ്റ്റർ. മാഞ്ചസ്റ്ററിൽ വെച്ചാണ് ഈ ഒരു കോൺഗ്രസ് എന്ത് ചെയ്തത്? ആചരിച്ചത്. 2013 മൂവിങ് ഹോം അഗെയിൻ. നേരത്തെ ജനീവയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. 1982 ജനീവയിലേക്ക് മാറ്റിയത്. പിന്നെ 2013 വീണ്ടും എന്ത് ചെയ്യുന്നു? ജനീവ ടു ബ്രസൽസ്, ബെൽജിയം. ബെൽജിയത്തിലെ ബ്രസൽസിലേക്ക് വീണ്ടും അത് മാറ്റി. 2013 മാറ്റമുണ്ടായത്. 2016 ICA ആൻഡ് യൂറോപ്യൻ യൂണിയൻ എൻ്റർ പാർട്ണർഷിപ്പ്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസും യൂറോപ്യൻ യൂണിയനും ഒരു പാർട്ണർഷിപ്പിൽ വന്നു, ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. നോൺ ആസ് കോപ്സ് ഫോർ ഡേവ്. കോപ്സ് ഫോർ ഡേവ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ്സ് ഫോർ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇത് അറിയപ്പെടുന്നതാണ് കോപ്സ് ഫോർ ഡേവ് എന്നാണ്. കോപ്സ് ഫോർ ഡേവ്. ഗ്ലോബൽ കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് അതായത് GCE ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ബൈ ദ ICA EU പാർട്ണർഷിപ്പ്. ICA EU
പാർട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഗ്ലോബൽ കോഓപ്പറേറ്റീവ് എൻ്റർപ്രൈസ് എന്ത് ചെയ്തത്, ഉണ്ടായത് എന്നർത്ഥം. GCE ഗ്ലോബൽ കോഓപ്പറേറ്റീവ് എൻ്റർപ്രൈസ് ഉണ്ടാവാൻ കാരണം ഈ ICA EU പാർട്ണർഷിപ്പാണ്. 2019 ICA and ILO organized a historical conference on cooperatives and the future of work in Geneva. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫറൻസ് നടന്നത് ICA ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ്. ICA and ILO organized a historical conference on cooperatives and the future of work. ജനീവയിലാണ് നടന്നത്. 2020 ഗ്ലോബൽ യൂത്ത് ഫോറം സംഘടിപ്പിച്ചത് 2020 ഗ്ലോബൽ യൂത്ത് ഫോറം ഓൺ കോഓപ്പറേറ്റീവ് എൻ്റർപ്രണർഷിപ്പ്. ഇതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, ഗ്ലോബൽ യൂത്ത് ഫോറം ഓൺ കോഓപ്പറേറ്റീവ് എൻ്റർപ്രണർഷിപ്പ്. നടന്നത് സാരവാക്ക്, മലേഷ്യയിലാണ് ഗ്ലോബൽ യൂത്ത് ഫോറം നടന്നത്. ഇനി 2021 ദ 33rd വേൾഡ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് 2021. 2021 വേൾഡ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കാൻ പോവുകയാണ്. അത് 33ാമത്തെ വേൾഡ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കാൻ പോകുന്നു. അതെവിടെയാണ്? സിയോൾ, റിപ്പബ്ലിക് ഓഫ് കൊറിയയിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 2021 33ാമത്തെ വേൾഡ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കാൻ പോകുന്നു. എന്നാണ്? ഡിസംബർ 1 മുതൽ 3 വരെ. ഓൺ ഡിസംബർ 1 to 3 the ICA വേൾഡ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കാൻ പോകുന്നു. ദ ഷെഡ്യൂൾഡ് ടു ടേക്ക് പ്ലേസ് ഇൻ സിയോൾ, റിപ്പബ്ലിക് ഓഫ് കൊറിയയിലാണ്. കൊറിയയിലെ സിയോൾ എന്ന സ്ഥലത്താണ് 33ാമത് വേൾഡ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കാൻ പോകുന്നത്. അതിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ആക്ടിവിസ്റ്റ് ഇള ഭട്ട് ഫ്രം ഇന്ത്യ വിൽ ജോയിൻ ദ കേഡർ ഓഫ് സ്പീക്കേഴ്സ് അറ്റ് കോൺഗ്രസ് ദിസ് ഇയർ. 2021 വേൾഡ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ്സിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ക്ഷണിതാവ് ഇള ഭട്ടാണ്. അവരാണ് സംസാരിക്കുന്നത്. സ്പീക്കേഴ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ദ തീം ഫോർ ദിസ് ഇവൻറ്റ് വിൽ ബി ഡീപ്പനിങ് അവർ കോഓപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി. ഡീപ്പനിങ് അവർ കോഓപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ തീം. എന്താണ്? ഡീപ്പനിങ് അവർ കോഓപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി. ഡിസംബർ 1 മുതൽ 3 വരെ 2021 നടക്കാൻ പോകുന്നു. സ്ഥലം സിയോൾ, റിപ്പബ്ലിക് ഓഫ് കൊറിയ. ഇനി 2021 കോഓപ്പറേറ്റീവ്സ് ഡേ ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ വർഷവും ജൂലൈ 1st സാറ്റർഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ വർഷം സാറ്റർഡേ വരുന്നത് 3-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 3rd ദ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്സ്, കോപ്സ് ഡേ എന്ന് പറയുന്നത് വിൽ ബി സെലിബ്രേറ്റഡ് ആസ് റീബിൽഡ് ബെറ്റർ ടുഗദർ എന്നതാണ് ഇതിൻ്റെ തീം. അപ്പോൾ 2021 കോഓപ്പറേറ്റീവ്സ് ഡേ ആഘോഷിക്കാൻ പോകുന്നത് ജൂലൈ 3-നാണ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്സ് അഥവാ കോപ്സ് ഡേ വിൽ ബി സെലിബ്രേറ്റഡ് ആസ് റീബിൽഡ് ബെറ്റർ ടുഗദർ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.